നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പഴമക്കാർ പറഞ്ഞിരുന്ന ചില വിശ്വാസങ്ങളും അത് ഇന്നത്തെ കാലത്ത് അന്ധവിശ്വാസമായിട്ട് പരിണമിച്ച് അതിന്റെ ശാസ്ത്രീയത നാം തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ ആചരിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പഴമക്കാർ പറഞ്ഞിരുന്ന ഇന്ന് അന്ധവിശ്വാസമായി കരുതുന്ന 3 കാര്യങ്ങളുടെ ശാസ്ത്രീയ സത്യമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട്, രാത്രി ആൽമരത്തിന് ചുവട്ടിൽ നിൽക്കാൻ പാടില്ല, ഭൂതപ്രേത പിശാചുക്കളുടെ ഉപദ്രവം ഉണ്ടാകും എന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, പൊട്ടിയ കണ്ണാടി മുഖം നോക്കിയാൽ കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകും എന്നുള്ള വിശ്വാസം. മൂന്നാമത്തെ, നഖം രാത്രികാലങ്ങളിൽ നഖം മുറിച്ചാൽ ഗ്രഹനാഥന് അല്ലെങ്കിൽ ഗ്രഹനാഥയ്ക്ക് കുടുംബത്തിൽ മരണമുണ്ടാകും എന്നുള്ള വിശ്വാസം. ചില സ്ഥലങ്ങളിൽ രാത്രിയിൽ നഖം മുറിച്ചാൽ ആരോഗ്യത്തിന് ഹാനി വരുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നമ്മുടെ പഴമക്കാർ നമ്മളെക്കാൾ കൂടുതൽ ശാസ്ത്രീയ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം വാക്കുകൾ അല്ലെങ്കിൽ കടങ്കഥകൾ, ഇത്തരം ആചാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ശീലങ്ങളൊക്കെ കുട്ടികളിലേക്കും മറ്റുള്ളവരിലേക്കും ഒക്കെ അടിച്ചേൽപ്പിക്കാനൊക്കെ ശ്രമിച്ചിരുന്നത്. ശാസ്ത്രീയ വശങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അനുസരണക്കേട് കാട്ടിയേക്കാം. അതുകൊണ്ട് ശാസ്ത്രീയ വശങ്ങൾ ഉൾക്കൊണ്ട് ഒരു ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു വിശ്വാസത്തെ അതിലേക്ക് കൊണ്ടുവന്ന് ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്താനായിട്ടുള്ള അവരുടെ സൂത്രപ്പണിയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ. നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ പൂർവികർ ശാസ്ത്രീയ സത്യങ്ങളെ മനസ്സിലാക്കിയിരുന്നു. അത്തരത്തിലുള്ള 3 കാര്യങ്ങളെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന്, ഓർമ്മപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഓരോരോ വിഷയമായിട്ട് പരിശോധിക്കാം. നമ്മളുടെ സാങ്കേതിക വിദ്യകൾ എത്രയൊക്കെ വളർന്നാലും പഴയകാല വിശ്വാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അതിന്റെ ശാസ്ത്രീയ അടിസ്ഥാനത്തിന്റെ കാരണമാണ്. എന്നാൽ അത് പലതും അന്ധവിശ്വാസങ്ങളായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു അന്ധവിശ്വാസമാണ് പൊട്ടിയ കണ്ണാടി മുഖം നോക്കരുത് എന്നുള്ളത്. കണ്ണാടി വീണുടയുന്നത് ഭാഗ്യക്കേടിന്റെ ലക്ഷണമായിട്ടാണ് കരുതപ്പെടുന്നത്. എന്നാൽ എന്താണ് അതിന്റെ ശാസ്ത്രീയ തത്വം? പഴയ കാലത്ത് കണ്ണാടിയൊക്കെ വളരെ ചെലവേറിയതായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മളുടെ രാജ്യങ്ങളിൽ തന്നെ അപൂർവമായി ആറന്മുള കണ്ണാടി പോലെയുള്ള കണ്ണാടികളൊക്കെ വളരെ ബുദ്ധിമുട്ടി നിർമ്മിക്കുന്നവയായിരുന്നു. അത്തരത്തിൽ കണ്ണാടികൾ ദുർലഭമായിരുന്ന കാലത്ത് അത്തരത്തിൽ കണ്ണാടികൾ പൊട്ടാതിരിക്കാനായിട്ട് പഴമക്കാർ ഇത്തരം വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ചതാകാം. ഇത് ഭാരതീയർ മാത്രമല്ല ഇത്തരത്തിൽ വിശ്വസിച്ചിരുന്നത്. റോമാക്കാർ കണ്ണാടി പൊട്ടിയാൽ 7 വർഷം ദൗർഭാഗ്യം പിന്തുടരും എന്ന് വിശ്വസിച്ചിരുന്നു. ഒരു ജീവിതം പുതുക്കാൻ 7 വർഷം എടുക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. കണ്ണാടികൾ പൊട്ടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന. പൊട്ടിയ കണ്ണാടി ഉപയോഗിക്കുക വഴി അത് മുറിവ് പറ്റാനും ഇത്തരത്തിൽ അത് കാലക്കേടുണ്ടാക്കാനും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വിശ്വാസത്തെ ജനങ്ങളിലേക്ക് അന്നത്തെ പൂർവികർ എത്തിച്ചിരുന്നത്. നമുക്കിനി രണ്ടാമത്തെ വിഷയമായിട്ടുള്ള സൂര്യാസ്തമയത്തിന് ശേഷം നഖം മുറിക്കാൻ പാടില്ല എന്നുള്ള വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് നെയിൽ കട്ടർ പോലെയുള്ള ഉപകരണങ്ങൾ ഉള്ളതുകൊണ്ട് നഖം മുറിക്കുക അത്ര പ്രയാസകരമല്ല. എന്നാൽ പഴയ കാലത്ത് മൂർച്ചയേറിയ കത്തിയും മറ്റും ഉപയോഗിച്ചായിരുന്നു നഖം മുറിച്ചിരുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണത്. ഇന്നത്തെ പോലെ വൈദ്യുതി വെളിച്ചമില്ലാതിരുന്ന കാലത്ത് വിളക്കിന്റെ വെളിച്ചത്തിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പ്രകാശം കുറവുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം അശ്രദ്ധ മൂലം നഖം മുറിക്കുമ്പോൾ അനർത്ഥങ്ങൾ ഉണ്ടാകാം, ദേഹം മുറിയുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആയിരിക്കാം ഇത്തരത്തിലൊരു പരാമർശം അന്നത്തെ പൂർവികർ ജനങ്ങൾക്കായിട്ട് അറിയിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് അവർ പകൽ ഉപയോഗിക്കുക എന്നുള്ളതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് സന്ധ്യാസമയത്തിന് ശേഷം നഖം മുറിക്കാൻ പാടില്ല, അത് ഐശ്വര്യത്തെ കെടുത്തും, അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി ആ കൃത്യത്തിൽ നിന്ന് അന്നത്തെ കാലത്തുള്ളവരെ ഒഴിവാക്കി നിർത്തിയിരുന്നത്. പഴമക്കാർ ശാസ്ത്രീയ സത്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. ആൽമരത്തിന് ചുവട്ടിൽ സന്ധ്യാസമയത്തിന് ശേഷം ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. സന്ധ്യാസമയത്തിന് ശേഷം ആൽമരത്തിന് ചുവട്ടിൽ പോയാൽ പ്രേതാത്മാക്കൾ ആവേശിക്കും, അങ്ങനെ പലതരത്തിലുള്ള പറഞ്ഞു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പല
സ്ഥലങ്ങളിലും പല രീതിയിലായിട്ട് ചൊല്ലുകൾ ഉണ്ടായിരുന്നു. പ്രേതങ്ങൾ ചുറ്റിക്കറങ്ങാൻ ഇഷ്ടപ്പെടുന്ന വൃക്ഷമായിട്ടാണ് രാത്രികാലങ്ങളിൽ ആൽമരത്തിനെ കണ്ടിരുന്നത്. എന്നാൽ അതിനകത്ത് വളരെയേറെ ശാസ്ത്രീയ തത്വങ്ങൾ ഉണ്ടായിരുന്നു. പഴമക്കാർ തന്നെ പകൽ സമയങ്ങളിൽ ആൽമരത്തിന് ചുവട്ടിൽ വിശ്രമിക്കാനായിട്ട് ഉപദേശിക്കുകയും ചെയ്തിരുന്നു. അതിലെ ശാസ്ത്രീയ സത്യങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായിരുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണത്. ശാസ്ത്രീയമായിട്ട് അതിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ പകൽ സമയങ്ങളിലെ ഏറ്റവും അധികം അനുകൂല ഊർജത്തെ, അതായത് ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന വൃക്ഷമാണ് ആൽമരം. എന്നാൽ രാത്രികാലത്ത് മറിച്ചാണ്. ആൽമരത്തിന്റെ ചുവട്ടിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ഓക്സിജന്റെ അളവ് കുറയുന്നതായിട്ടാണ് നമ്മളുടെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ആൾക്കാര് ചിലപ്പോഴൊക്കെ ഉറങ്ങാനായിട്ടോ അല്ലെങ്കിൽ വിശ്രമിക്കാനായിട്ടോ സന്ധ്യാസമയങ്ങളിൽ ആൽമരത്തിന് ചുവട്ടിൽ പോകുന്നവര് ഓക്സിജൻ വേണ്ടത്ര അളവിൽ ലഭിക്കാതെ അവിടെ ബോധം കെട്ട് പുലരുന്നത് വരെ കിടക്കുകയോ അല്ലെങ്കിൽ വീണു പോവുകയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ശാസ്ത്രതത്വത്തെ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു ഭയത്തിന്റെയും വിശ്വാസത്തിന്റെയും പിൻബലം വേണം എന്നുള്ളത് കൊണ്ട് പഴമക്കാർ ഇത്തരം കഥകളും ഒക്കെ മെനഞ്ഞ് അവരിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അവർക്ക് വ്യക്തമായിട്ട് ഇതിന്റെ ശാസ്ത്ര സത്യങ്ങൾ അറിയാമെന്നുള്ളത് ഇന്നത്തെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. സസ്യങ്ങളും ജീവജാലങ്ങളും പ്രകൃതിയിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ആവശ്യമാണ്. രാവിലെ അവയിൽ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ അവ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്യും. പ്രകൃതിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പകൽ സമയങ്ങളിൽ ആഗിരണം ചെയ്ത് ഊർജമാക്കി മാറ്റി ഓക്സിജനെ പുറന്തള്ളും. എന്നാൽ രാത്രിയിൽ ഇത് വിപരീത പ്രതികരണം നൽകുന്നതിനാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും അവിടെ ഉറങ്ങുകയോ വിശ്രമിക്കുകയോ ചെയ്യുന്ന ആൾക്കാരിലേക്ക് അതിന്റെ ദോഷത്തെ എത്തിച്ചേരുകയും ചെയ്യും. അവർക്ക് വേണ്ടത്ര അളവിൽ ഓക്സിജൻ കിട്ടാതെ അവർ ബോധരഹിതരായിട്ട് കാലത്ത് വരെ ബോധം കെട്ട് ഉറങ്ങുന്ന അല്ലെങ്കിൽ ഒരവസ്ഥ ഉണ്ടാകാം. അതിനെ പ്രതിരോധിക്കാനാണ് ഇത്തരത്തിൽ ചൊല്ലുകളായിട്ട് പഴമക്കാർ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത്. അവർക്ക് നന്നായിട്ട് ആചാരങ്ങളെയും ശാസ്ത്രീയ തത്വങ്ങളെയും അറിയാം എന്നുള്ളതിന് നിരവധി തെളിവുകൾ നമ്മളുടെ പക്കലുണ്ട്. ഇതിനെയൊക്കെ വെറും അന്ധവിശ്വാസമായി തള്ളിക്കളയാതെ ഇതിന്റെ ശാസ്ത്രീയ തത്വങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അതിനെ പാലിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ വിഷയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.